വെൽക്കം ടു റെമിസ് വ്യൂസ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. ശിശുദിനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്ന മുഖം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14-നാണ് ശിശുദിനമായി ആചരിക്കുന്നത്. മുതിർന്ന സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ രാഷ്ട്രീയക്കാരനും എന്നതിലുപരി അദ്ദേഹം ഇന്ത്യയിലെ കുട്ടികളുമായി വളരെ അടുത്ത ബന്ധം പങ്കിട്ടു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചാച്ചാജി എന്ന് വിളിക്കുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു തന്റെ ജീവിതത്തിലുടനീളം കുട്ടികളെ അവരുടെ ജാതി, മതം, സംസ്കാരം, സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. കുട്ടികൾ ഒരു രാജ്യത്തിന്റെ ഭാവിയാണെന്നും അതിനാൽ അവരെ നന്നായി പരിപോഷിപ്പിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ഈ പരിഗണനയാണ് ശിശുദിനത്തിൽ നാം ആഘോഷിക്കുന്നത്. സാമ്പത്തികമായി ദരിദ്രരും പിന്നോക്കം നിൽക്കുന്നവരുമായ കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇത്തരം കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിപാടികൾ നടത്തുകയും അവരെ പഠിപ്പിക്കാനും വളർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ശിശുദിനം ചാച്ചാജിക്കും കുട്ടികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ അവർ നൽകിയ സംഭാവനകൾക്കും ഉചിതമായ ആദരാഞ്ജലിയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Thanks for watching. Please subscribe, like, share and comment.